Hello everyone, welcome back to another video of MCQ series season 2 of Literature Academy. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ലിറ്ററേച്ചർ അക്കാദമിയുടെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുള്ള വിവരം എല്ലാവരെയും അറിയിക്കുന്നു. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽ, ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മോക്ക് എക്സാം, 120 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫൈനൽ മോഡൽ എക്സാം ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോസ്. ഇത്രയുമാണ് ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഫീച്ചേഴ്സ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് വരാം. തിയറി ആൻഡ് ക്രിറ്റിസിസം ഡീൽ ചെയ്യുന്ന യൂണിറ്റ് 6 ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് us look at the first question. Who is the author of Ars Poetica? Options: Plato, Longinus, Aristotle, Horace. വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഹൊറേസ്. ആർസ് പോയട്രിക്ക അല്ലെങ്കിൽ ആർട്ട് ഓഫ് പോയട്രി ഈസ് റിട്ടൺ ബൈ ഹൊറേസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൂ കോൾഡ് പോയട്രി എ മദർ ഓഫ് ലൈസ്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോയട്രിയെ നുണകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളത്. ഓപ്ഷൻസ്: പ്ലേറ്റോ, അലക്സാണ്ടർ പോപ്പ്, ജോൺ ഗേ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. The right answer is Plato. പ്ലേറ്റോ ആണ് പോയട്രിയെ മദർ ഓഫ് ലൈസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പോയട്രിക്ക് ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവില്ല, മറിച്ച് ആളുകളെ തെറ്റുകളിലേക്ക് മാത്രം നയിക്കുന്ന ഒന്നാണ് പോയട്രി എന്നാണ് പ്ലേറ്റോ കരുതിയിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. കോളറിഡ്സ് ബയോഗ്രഫിയ ലിറ്ററേറിയ അപ്പിയർഡ് ഇൻ. ഇയറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. കോളറിഡ്ജിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പ്രോസ് വർക്കാണ് ബയോഗ്രഫിയ ലിറ്ററേറിയ. അപ്പോൾ അദ്ദേഹം ഫാൻസി, ഇമാജിനേഷൻ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ടേംസിനെ പറ്റി, ഐഡിയാസിനെ പറ്റി പറഞ്ഞതും, അതുപോലെ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഐഡിയ ആണ്. ഇതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന പുസ്തകത്തിലാണ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ഏത് വർഷമാണ് പുറത്തിറങ്ങിയിട്ടുള്ളതെന്നാണ്. ഓപ്ഷൻസ്: 1815, 1817, 1821, 1825. The right answer is 1817. Question number 4. Who is associated with the concept of heteroglossia? Options: Mikhail Bakhtin, Michel Foucault, Jacques Derrida, Noam Chomsky. The right answer is Mikhail Bakhtin. നോവലുകളിൽ എങ്ങനെയാണ് ഒന്നിലധികം പോയിൻ്റ് ഓഫ് വ്യൂ, ഒന്നിലധികം ലാംഗ്വേജ് വെറൈറ്റീസ് ഒക്കെ കൂടിച്ചേരുന്നത് എന്നതിനെ പറ്റിയാണ് ഹെട്രോഗ്ലോഷ്യ എന്ന കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മിഖായിൽ ബക്തിൻ ആണ്. ബക്തിൻ്റെ തന്നെ ഒരുപാട് ഏറെ കോൺസെപ്റ്റ്സ് ഉണ്ട് കേട്ടോ. കാർണിവാലസ്ക് പോലെയുള്ള കോൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ബക്തിൻ. അപ്പോൾ അത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ബക്തിൻ്റെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. Which of the following is a critical work of Ben Jonson? ബെൻ ജോൺസൺ അല്ലെ, പേര് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ആണ് മനസ്സിലേക്ക് വരിക. കാരണം ഒരുപാടേറെ വോൾപോണി പോലെയുള്ള കോമഡീസ് എഴുതിയിട്ടുള്ള ഒരു ഡ്രമാറ്റിസ്റ്റാണ്, ജക്കോബിയൻ ഡ്രമാറ്റിസ്റ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രിട്ടിക്കൽ വർക്ക് ഉണ്ട്. അതേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ: ദ ആർട്ട് ഓഫ് ഇംഗ്ലീഷ് പോയസി, ഡിസ്കവറീസ്, എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി, an apology for poetry. The right answer is discoveries. Question number 6. Who mentions as is painting, so is poetry? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രേസാണ് ആസ് ഈസ് പെയിൻറ്റിങ് സോ ഈസ് പോയട്രി. അതാരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ലോഞ്ചൈനസ്, പ്ലേറ്റോ, ഹൊറേസ് ആൻഡ് വെർജിൽ. ദ റൈറ്റ് ആൻസർ ഈസ് ഹൊറേസ്. ഹൊറേസ് തന്നെ നമ്മൾ തൊട്ട് മുമ്പ് മറ്റൊരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഹൊറേസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഹൊറേസ് തന്നെയാണ് ആൻസർ വരുന്നത്. ഹൊറേസിൻ്റെ ആർസ് പോയറ്റിക്ക നമ്മൾ ആദ്യത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹൂ സെഡ് എവറി ഗ്രേറ്റ് പോയറ്റ് ഈസ് എ ടീച്ചർ? ഐ വിഷ് എയ്തർ ടു ബി കൺസിഡേർഡ് ആസ് എ ടീച്ചർ ഓർ ആസ് നത്തിങ്. ഓപ്ഷൻസ്: വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, കീറ്റ്സ് ആൻഡ് ഷെല്ലി. ദ റൈറ്റ് ആൻസർ ഈസ് വില്യം വേർഡ്സ്വർത്ത്. എല്ലാ മഹത്തായ കവികളും അധ്യാപകരാണ്. എനിക്കൊരു അധ്യാപകനായി എന്നെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുമല്ലാതായി കൺസിഡർ ചെയ്യുക എന്ന അഭിപ്രായം പറഞ്ഞത് വേർഡ്സ്വർത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ക്രിട്ടിക് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ്
Though Charles Dickens possesses the vitality and vision of art as Conrad does, he cannot be included in the line of great novelists. നോക്കൂ, ഒരു ലൈൻ ഓഫ് ഗ്രേറ്റ് നോവലിസ്റ്റുകളെ പറ്റിയാണ് ഇവിടെ ഒരു ഓഥർ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഡിക്കൻസിനെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് ഈ ഒരു ഓഥർ ഇവിടെ പറയുന്നത്. ഏത് ഓഥറാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: D.S. Lawrence, T.S. Eliot, F.R. Lewis, Ezra Pound. The right answer is F.R. Lewis. Question number 9. Identify the author of the well-wrought Un Studies in the Structure of Poetry. ന്യൂ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട ഒരു ഫേമസ് ടെക്സ്റ്റാണ് വെൽ റോട്ട് അൺ. ഇത് ആരാണ് എഴുതിയത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ജോയൽ ഇ സ്പിൻഗാൺ, വില്യം വിൻസാറ്റ്, I.A. Richards, Cleanth Brooks. Right answer is Cleanth Brooks. Question number 10. According to Philip Sidney, which kind of poetry evokes pity because it deals with the weakness of mankind and the desolation of the world? Options are lyrical, elegiac, tragedy, dramatic monologue. ശരി ഉത്തരം എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്, ദാറ്റ് ഈസ് എലിജിയാക്. ഫിലിപ്പ് സിഡ്നിയുടെ ഭാഷയിൽ പിറ്റി ഇവോക്ക് ചെയ്യുന്നു. കാരണം വേൾഡിൻ്റെ ഡെസലേഷനെ പറ്റിയും മാൻകൈൻഡിൻ്റെ വീക്ക്നെസ്സിനെ പറ്റിയും പറഞ്ഞുകൊണ്ട് പിറ്റി ഇവോക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് എലീജിയാക്കാണ്. എലീജിയക് പോയട്രിയെ പറ്റിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം ഫിലിപ്പ് സിഡ്നി പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായി ലിറ്റ്യൂർ അക്കാദമിയുടെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ഫോർ ജൂലൈ എക്സാം ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു MCQ സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.